നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചൂൾ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതായത് 21/6/2025 ശനിയാഴ്ച രാവിലെ റബ്ബർ വില കോട്ടയം ബോർഡ് വില RSS 4 കിലോ 200, RSS 5 കിലോ 197, ISNL കിലോ 177, ലാറ്റക്സ് 60% DRC ഉള്ള 141 രൂപ 60 പൈസയുമാണ്. ഇതാണ് കോട്ടയം ബോർഡ് വില. ഇനി കൊച്ചി വില നോക്കുമ്പോൾ RSS 4 കിലോ 200, RSS 5 കിലോ 197, ഇതാണ് കൊച്ചി വില. ഇനി കേരളത്തിലെ മറ്റ് ഗ്രേഡിനും ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ 191, ലോട്ട് കിലോ 177 മുതൽ 182. ഒട്ടുപാൽ നോക്കുമ്പോൾ 80% DRC ഉള്ള ഒട്ടുപാൽ കിലോ 131 രൂപയും 60% DRC ഉള്ള ഒട്ടുപാൽ കിലോ 99 രൂപ 75 പൈസയുമാണ്. കേരളത്തിലെ വ്യാപാരി വില നോക്കുമ്പോൾ വ്യാപാരി വില കോട്ടയം RSS 4 കിലോ 192, RSS 5 189, ISNL കിലോ 174 രൂപ 50 പൈസ മുതൽ 175 രൂപയാണ്. ഒട്ടുപാൽ നോക്കുമ്പോൾ 70% DRC ഉള്ള ഒട്ടുപാൽ കിലോ 113 മുതൽ 123 ഇതാണ് ഇന്നത്തെ കേരളത്തിലെ വ്യാപാരി വില. ഇന്നാരും ഇവിടെ ടാപ്പ് ചെയ്യാൻ ഇറങ്ങിയില്ല. കാരണം മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് മരങ്ങളെല്ലാം നനഞ്ഞും കിടക്കുന്നുണ്ട്. കവറിട്ട മരം പോലും ഇന്ന് വെട്ടാനും പറ്റിയില്ല. ഇനി കേരളത്തിലെ മറ്റ് വില നോക്കുമ്പോൾ കുരുമുളക് പുതിയത് കിലോ 646, കുരുമുളക് ഗാർബിൾഡ് കിലോ 676, കുരുമുളക് അൺഗാർബിൾഡ് 656. തേങ്ങ നോക്കുമ്പോൾ തേങ്ങ ചകിരിയില്ലാത്ത മുട്ടത്തേങ്ങ കിലോ 95, വെളിച്ചെണ്ണ ലിറ്ററിന് 420, കൊപ്ര എടുത്തപടി 237. ഇപ്പോൾ കൊപ്രയ്ക്ക് ഷോർട്ടേജ് ഉണ്ട്, കിട്ടാനും പാടാണ്. കൊക്കോ 280 മുതൽ 400, കശുവണ്ടി 116, അടയ്ക്ക പുതിയത് 350 മുതൽ 400, പഴയത് 360 മുതൽ 420. കാഞ്ഞിരക്കുരു 1850, കയറ് ഇടക്കയർ 10 രൂപയും, കരിപ്പോട്ടിക്കയർ 10 മുതൽ 15, ജാതിക്ക തൊണ്ടോടുകൂടി 220, ഗ്രാമ്പു 800. സ്വർണ്ണവില നോക്കുമ്പോൾ സ്വർണ്ണം 22 ക്യാരറ്റ് 1 ഗ്രാം 9210, ഒരു പവൻ 73,680. അതേസമയം 24 ക്യാരറ്റ് നോക്കുമ്പോൾ 1 ഗ്രാം 10,048, ഒരു പവൻ 80,384. ഇതാണ് ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണത്തിൻ്റെ പരിശുദ്ധി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക. നമ്മുടെ രാജ്യത്ത് കോവിഡ് കുറയുന്നു. അതിശക്തമായ മോണിറ്ററിങ്ങിലൂടെയാണ് ഈ കോവിഡ് കുറയ്ക്കാൻ സാധിച്ചത്. രാജ്യത്ത് ആകെ രോഗികൾ 5600 കേരളത്തിൽ 1184 പേർക്കാണ് ഇപ്പോൾ രോഗം ഉള്ളത്. നേരത്തെ 2000 മുകളിൽ അതിശക്തമായ ഇടപെടലിലൂടെ കേരളത്തിൽ രോഗങ്ങൾ കുറച്ചു. കോവിഡ് കുറയുന്നെന്നും പറഞ്ഞ് ആശുപത്രികളിൽ ആവശ്യത്തിന് മാത്രം പോവുക, സന്ദർശനം കഴിവതും കുറയ്ക്കുക. ആശുപത്രിയിൽ പോകുമ്പോൾ കർശനമായി മാസ്ക് ധരിക്കേണ്ടതാണ്. മറ്റ് മേഖലകളിലും സ്കൂളിലും ബാങ്കുകളിലൊക്കെ പോകുമ്പോൾ ആൾക്കാർ മാസ്ക് ധരിക്കുന്നുണ്ട്. ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയോടെ കേട്ടിരുന്ന വളരെയധികം നന്ദി.